ഇന്നത്തെ വീഡിയോ നമ്മളുടെ വിയറ്റ്നാം മേർലി പ്ലാവുകളെ കുറിച്ചാണ്. നമ്മളുടെ ഈ പ്ലാവ് മഴയൊക്കെ വന്ന് അത്യാവശ്യം ഇലയൊക്കെ കൊഴിഞ്ഞ് ചെറിയൊരു ഫംഗൽ ബാധയൊക്കെ ആയിട്ടിരുന്നു. എന്നാലും ഇലകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒക്ടോബർ മാസം ആകുമ്പോഴേക്കും ചക്കകളായി തുടങ്ങിയത്. ഇവിടെ ചെറിയ ചെറിയ ചക്കകളായി തുടങ്ങി ഓൾറെഡി. ഇവിടെയൊക്കെയാണ് ചെറിയ ചെറിയ നാമ്പുകൾ ഇട്ട് തുടങ്ങി ചക്കകളുടെ. അപ്പോൾ ഇതിന് കുറച്ച് വളമൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഇവിടെ ഒരു ചെറുത് ഈ കാണുന്നതൊക്കെ ചക്കയായിട്ട് വരും. നമ്മളപ്പോൾ ശരിക്കും പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുന്ന പ്ലാവാണ്. കറക്റ്റായിട്ട് ഒരു 10 അടിയോളം നമ്മൾ താഴത്തെ ചില്ലകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലേക്ക് നല്ല രീതിയിൽ വെയിലടിക്കും. അപ്പോൾ വെയിലടിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് പ്ലാവിൽ ചക്ക ഉണ്ടാക്കി കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇനി അടുത്ത പ്രാവശ്യം വലിയ ഫംഗൽ ബാധയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ കുറച്ച് മണ്ണ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും മണ്ണ് ഇട്ട് കൊടുത്തേക്കാണ്. ഇപ്പോൾ മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളക്കെട്ട് വന്നു കഴിഞ്ഞാൽ വിയറ്റ്നാം മേർലി പ്ലാവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഫംഗൽ ബാധയാണ്. അത് നല്ല മഴ വന്ന് കഴിഞ്ഞ് വെള്ളം ഇതിൻ്റെ കടക്ക് കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കെട്ടിയാൽ മതി. അപ്പോൾ തന്നെ ഇതിന് ഫംഗൽ ബാധയാക്കും. അപ്പോൾ ചെറിയ രീതിയിലേക്ക് ഇതിൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞിരുന്നതാണ്. അങ്ങനെ കുറേ പ്ലാവുകളുടെ നമ്മളുടെ അങ്ങനെ കൊഴിഞ്ഞു പോയിരുന്നു. എന്നാലും എല്ലാം വലിയ ഉണങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടില്ല. എല്ലാം റിക്കവറായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബോഡോ മിശ്രിതമോ അല്ലെങ്കിൽ നമ്മളുടെ സാഫ് പോലുള്ളത് ഈ സമയത്ത് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ മണ്ണിട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ നമ്മൾ ശരിക്കും നനവുണ്ട്. കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്ത്. അപ്പോൾ 1/2 കിലോ നമ്മൾ ഡോളമേറ്റ് അല്ലെങ്കിൽ കക്കപ്പൊടി കുമ്മായം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ഡോളമേറ്റാണ്. അപ്പോൾ 1/2 കിലോ ഡോളമേറ്റ് നമ്മൾ ഈ പ്ലാവിന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കടയോട് വേരുപടലമുള്ള സ്ഥലങ്ങൾ നോക്കി വിതറി ഇട്ട് കൊടുക്കുക 1/2 കിലോ. അതിന് ശേഷം ഒരു 15 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും ചക്ക പതുക്കെ കയറി വരും. അപ്പോൾ അതിന് വലുതാവുന്നതനുസരിച്ച് അതിന് വളം കിട്ടണം. അപ്പോൾ വളം ചെയ്തില്ലെങ്കിൽ ചക്ക വലുപ്പം ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ജൈവവളങ്ങൾ ചാണകപ്പൊടിയോ കോഴിവളോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ കോഴിവളമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നല്ല ജൈവ കമ്പോസ്റ്റ് പോലെ ആക്കിയിരിക്കുന്ന കോഴിവളം, അല്ലെങ്കിൽ ഉണങ്ങി പൊടിഞ്ഞിരിക്കുന്ന ഒരു 2 മാസമെങ്കിലും പഴക്കമുള്ള കോഴിവളം ഇട്ട് കൊടുക്കാം. ഈ ഡോളമേറ്റ് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ശരിക്കും കാൽഷ്യം, ഈ പ്ലാവുകൾക്ക് കാൽഷ്യത്തിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ pH ലെവൽ കൺട്രോൾ ചെയ്യണം. എല്ലാത്തിനും കൂടിയാണ് നമ്മൾ ഡോളമേറ്റ് അപ്ലൈ ചെയ്യുന്നത്. ഒരു 4 വർഷമായ പ്ലാവാണ്. നമ്മൾ കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രൂണിങ് ചെയ്യണം. അതിൻ്റെ മുകളിലേക്ക് ഇപ്പോൾ കുറച്ചുകൂടി നല്ല ഹൈറ്റിലേക്ക് പോയിട്ട് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അത് കുറച്ചുകൂടി ഹൈറ്റ് കുറയ്ക്കേണ്ടതുണ്ട്. നമ്മൾ അത്യാവശ്യം ഈ ലെവലിലൊക്കെ വെച്ച് കട്ട് ചെയ്തതാണ്. പിന്നെ കുറച്ചുകൂടി ഹൈറ്റിലേക്ക് കയറി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പ്രാവശ്യം പ്രൂണിങ് ചെയ്യാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മഴ വന്ന് ചെറിയ രീതിയിൽ ഫംഗൽ ബാധ ഏറ്റ കാരണം ഇലകൾ കൊഴിഞ്ഞിരുന്നു. അത് കാരണമാണ് ഈ പ്രാവശ്യം മേളിലേക്കുള്ളത് കട്ട് ചെയ്യാതെ അങ്ങനെ തന്നെ നിർത്തിയിരിക്കുന്നത്. ആ പ്ലാവിനെ നോക്കിയാലും അറിയാം, ആ പ്ലാവും അത്യാവശ്യം കുറച്ചുകൂടി ഹൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ പ്ലാവിൻ്റെ കരുത്ത് വന്നിട്ട് വേണം നമുക്ക് അടുത്ത പ്രാവശ്യം നമ്മൾ അതിൻ്റെ പ്രൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാധാരണ എല്ലാ വർഷം ചെയ്യുന്നതാണ്, ഈ വർഷം ചെയ്തിട്ടില്ല. 5 ദിവസം കഴിഞ്ഞ് നമ്മൾ കോഴിവളം ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.